ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം 2025 വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തു പോരുന്നത്. പൊതുവായിട്ട് ഒരു വർഷഫലം പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ കീഴത്തട്ട് മുതൽ മുകളിലെ തട്ടിലുള്ള ആൾക്കാരെ വരെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പം താഴേക്കിടയിലുള്ള ഒരാളുടെ വ്യക്തി ജീവിതവുമായിട്ട് മുകളിൽ രാജകീയ സമാനമായ രീതിയിൽ ജീവിക്കുന്ന ഒരാളെ നമുക്ക് തട്ടിച്ചു നോക്കാൻ പറ്റില്ല. ജീവിതാനുഭവങ്ങളിൽ വ്യത്യസ്തതയുണ്ടാവും. എന്നാൽ ഒരേ നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും സമാനതകളായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. അതിനെ പരിശോധിച്ചിട്ട് അത് എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവേദ്യമാകും എന്നുള്ളതാണ് പൊതുവിൽ ജ്യോതിഷകാരന്മാർ വർഷഫലത്തിൽ പറയുമ്പോൾ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ നിങ്ങൾക്ക് ഫലം പ്രവചിക്കണമെന്ന് പറയുമെങ്കിൽ ആ ജ്യോതിഷകാരന് നല്ല ഈശ്വരാധീനം ഉണ്ടാവണം. ആ ജ്യോതിഷ മേഖലയിൽ അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടും അറിവും ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ജ്യോതിഷർ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുകയും ചിലർ പറയുന്നത് നിങ്ങളുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളും ആയി പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ട ഒരു ജ്യോതിഷൻ്റെ ഒരു ജ്യോതിഷ പ്രവചനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനം നിങ്ങൾക്ക് എത്രത്തോളം ഗുണകരമായിരുന്നു എന്നൊക്കെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവചനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോഴായിരിക്കും കൂടുതൽ വ്യക്തമാകുന്നത്. എന്തായാലും നമ്മുടെ മുൻകാല പ്രവചനങ്ങളെ വച്ച് നോക്കിയിട്ട് നിങ്ങൾ നൽകിയ ഒരു പ്രോത്സാഹനമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം അത് ഗുണപ്രദമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിനെ മുൻനിർത്തിയിട്ടാണ് ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫലപ്രവചനങ്ങൾ നൽകുന്നത്. ഇപ്രാവശ്യവും നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കുകയാണ്. നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളുടെ പിറന്നാളിന് ഇവിടെ ജന്മദിന പുഷ്പാഞ്ജലിയും അർച്ചനയൊക്കെ സൗജന്യമായിട്ട് നൽകി കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് എൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉള്ള ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്കാണ് ഇത്തരം സൗജന്യമായിട്ടുള്ള സേവനങ്ങൾ കിട്ടുക. ഇത് കുറച്ച് കാലത്തൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് കാലം കഴിയുമ്പോൾ ഏകദേശം 2024 ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പരിധി ഏതാണ്ട് തീരും. പിന്നീട് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക. പിന്നെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കുറച്ച് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. പിന്നെ ഒന്നുള്ളത്, ഈ വീഡിയോയ്ക്ക് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ലൈക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ വീഡിയോ കണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ പിന്നീട് ഒരു കാലത്ത് ഉറപ്പ് വരും. മാത്രമല്ല ഇത് നമുക്കൊരു പ്രോത്സാഹനം കൂടി ആകുകയും ചെയ്യും. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 വർഷം പ്രത്യാശകളുടെ ഒരു കാലയളവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ വർഷം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും നമുക്ക് ഈ വർഷം പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും വീട് പണി, ചില ബിസിനസ് സംരംഭങ്ങൾ, ഇവയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പകുതി വഴിയിൽ നിർത്തിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഈ വർഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും അത് വിജയിപ്പിക്കാനും കഴിയുമെന്ന് കാണുന്നുണ്ട്. മെച്ചപ്പെട്ട ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചില ചുവടുവയ്പ്പുകൾ ഈ കൊല്ലം നിങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനോ അല്ലെങ്കിൽ ശാരീരിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്താനുള്ള യോഗ, അതുപോലെ ആൾട്ടർനേറ്റീവായിട്ടുള്ള ചില പദ്ധതികൾ, അതുപോലെ ചില അസുഖങ്ങൾക്കുള്ള കൃത്യമായ മെഡിസിൻ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വർഷം തുടങ്ങുമെന്നും അത് ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരും എന്നും കാണുന്നുണ്ട്. വീട് വയ്ക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഈ വർഷം തെളിഞ്ഞു കിട്ടുന്നതാണ്. പല ഘട്ടങ്ങളിലായിട്ട് മാറ്റി വെച്ച് പോയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ചിലർ വീട് പണി പകുതിയിൽ കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയായിരിക്കും. അതും നമുക്ക് പുനരാരംഭിക്കാനും അത് നല്ല നിലയിൽ കൊണ്ടെത്തിക്കാനും കഴിയുമെന്ന് കാണുന്നുണ്ട്. ക്രയവിക്രയാദികളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ജാഗ്രത കൊടുത്തില്ലെങ്കിൽ കുറച്ചധികം നഷ്ടം സ്ഥലവിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. ബന്ധുജനങ്ങളും സുഹൃജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പണമിടപാടുകളിലും കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം. കാര്യം അതുമൂലം ചില തർക്കങ്ങൾ പിൽക്കാലത്ത് ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. തൊഴിലന്വേഷകർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വരുന്നതാണ്. PSC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി അവരുടെ ഊർജ്ജസ്വലമായിട്ടുള്ള പഠിത്തത്തിലൂടെ നല്ല ഒരു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള അവസരം കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ജോലിയിൽ കുറച്ചധികം പ്രയാസങ്ങൾ ഈ ഒരു കുറച്ച് കാലയളവിലുണ്ടാകും. പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഇത് കണ്ടുവരാൻ സാധ്യത. വിദേശത്തേക്ക് പുതിയ തൊഴിൽ അന്വേഷകരായിട്ട് പോകുന്നവർക്ക് പക്ഷേ കാലാനുകൂലമാണ്. ഉപരിപഠനത്തിനായിട്ട്
യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്കും കാലം അനുകൂലമാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പൈസ എവിടെയെങ്കിലും കെട്ടിവെച്ചിട്ട് എന്തെങ്കിലും റിക്രൂട്ട്മെൻറ്റ് വഴിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ആ പണം കെട്ടിവെക്കുന്നത് ഒന്നുകൂടി അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ. ചില ചീറ്റിങ്ങുകളിൽ ചെന്ന് പെട്ടുപോകാം എന്ന് കാണുന്നുണ്ട്. നമുക്ക് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളിൽ ചെന്ന് ഇടപെട്ടിട്ട് നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്ന ചില രീതികൾ ഉണ്ടായി വരുമെന്ന് പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അശ്രദ്ധ കൊണ്ട് ചില മാർക്കൊക്കെ കുറവ് പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ അശ്രദ്ധയില്ലാതെ പഠിച്ച് മുന്നേറാൻ ശ്രമിക്കണം. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള കാലയളവാണ്. വാഹന യോഗം കാണുന്നുണ്ട്. പുതിയ വാഹനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം വരുന്നുണ്ട്. യൂസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ എൻജിൻ തകരാറ് പോലുള്ള കാര്യങ്ങളും നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് കാണുന്നുണ്ട്. വീട്ടിൽ പ്രായമായ ചില വ്യക്തികൾക്ക് ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരും. പ്രായണ രക്തസംബന്ധമായിട്ട് എന്തെങ്കിലും രോഗമുള്ളവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. വൈകുന്നേര സമയത്തുള്ള യാത്രകളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. ഇടിമിന്നൽ, മഴവെള്ളം ഇത്യാദികളിൽ നിന്നുള്ള അപകടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ അത്തരം പ്രശ്നങ്ങളുള്ള സമയത്ത് പരമാവധി കരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. അലർജി രോഗമുള്ളവർക്ക് അത് കുറച്ച് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. രാത്രി സമയത്ത് പുളി കലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഈ ഒരു വർഷം കുറേയധികം ഒഴിവാക്കുന്ന അത്തരം ശീലങ്ങൾ ഒഴിവാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ പൊതുവിൽ 2025 വർഷം നിങ്ങളുടെ ഒരു പൊതുനില ഇങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത്. ഇതുമായിട്ട് സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് വിശകലനം ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു അസ്ട്രോളജറെ കണ്ടിട്ട് നിങ്ങളുടെ ജാതക പരിശോധന, കവടി പ്രശ്നമൊക്കെ വെച്ച് അത് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ കണ്ട ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളെ ഒന്ന് നിർദ്ദേശിക്കുകയാണ്. കുങ്കുമാർച്ചന ദേവീക്ഷേത്രത്തിൽ നവമി തോറും 9 മാസം നടത്തുന്നതും, ഹനുമാന് കടല നിവേദ്യം വ്യാഴാഴ്ച ദിവസം നടത്തുന്നതും, പാശുപത യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും, നാഗങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുക, പാലഭിഷേകം നടത്തുക മുതലായവയും ഉത്തമമായി കാണുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പിടിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.